ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ റമദാനിലെ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നത്. അപ്പോൾ കുക്കിംഗ് വീഡിയോ നമ്മൾ 2 ദിവസത്തെ കൂടി ഒരു ദിവസമായിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം 18-ൻ്റെയും കൂടി വീഡിയോ ആണ്. അപ്പോൾ 18 നമ്മൾ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ല. നമുക്കിതുപോലെ പള്ളിയിലെ ചോറും കറിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ട് വേറെ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാണിച്ചത് തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ഇടാത്തത്. ഇപ്പോൾ രണ്ടും കൂടി ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വേണം, അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഇത് നോമ്പ് 17 കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബീഫ് കറിയാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വറുത്തരച്ച മല്ലിയൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് കറി നെയ്പ്പത്തിലാണ് ഇന്നത്തെ ഫുഡ്. ഇപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മൾ എഗ്ഗ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്, എഗ്ഗിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് എടുക്കാം. അപ്പോൾ അത്ര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എഗ്ഗ് എടുത്തിട്ട് ഒരു എഗ്ഗിന് നമുക്ക് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം. എല്ലാ എഗ്ഗും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ യെല്ലോ പാർട്ടാണ് വേറെ വേറെ മാറ്റി വെക്കണം. യെല്ലോ പാർട്ട് ഇതുപോലെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വൈറ്റ് പാർട്ട് നമുക്ക് വേറെ ആയിട്ട് വെക്കാം. ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ രണ്ടും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഓയിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് 2 സവാളയാണ്, ഞാൻ അധികം വലിപ്പമില്ലാതെ 2 സവാളയും 3 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞതാണ്. അതിലേക്ക് ഞാൻ അല്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് കളറൊക്കെ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അലിയുന്ന രൂപത്തിൽ ജസ്റ്റ് കളറൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല ഗരം മസാലക്കൊന്നും. അപ്പോൾ അതൊക്കെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൽ വേറെ പൊടി ഉണ്ടെന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ടയുടെ മഞ്ഞ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെറിയ തീയിൽ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഓപ്ഷനിലാണ്, ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഈ മുട്ടയുടെ ഈ എഗ് വൈറ്റ് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെ അത്. അപ്പോൾ നല്ലവണ്ണം കൈകൊണ്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഓരോ പീസും നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ മുഴുവനേക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പഴം നിറച്ചതാണ് ഇന്നത്തെ സ്നാക്സ് ആയിട്ടുള്ളത്. പഴം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പഴം നിറച്ചത് റെഡിയാക്കാൻ വെച്ചു. പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച എഗ്ഗിനെ നമുക്കത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ബാറ്റർ റെഡിയാക്കിയാണ്. അപ്പോൾ കടലമാവും മൈദാവും ഒരേ അളവിൽ തന്നെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം മുളക് പൊടി കൂടി ചേർത്തെടുക്കാം. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നല്ല കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്റർ വേണ്ടത്. അത് ലൂസ് പരുവത്തിൽ ആകുമ്പോൾ മാവ് വേറെ എഗ്ഗ് വേറെ ആയിപ്പോൾ. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പഴം ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ പഴം നിറച്ചതും കൂടിയുണ്ട്. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോർമൽ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിലാവും ചോദിച്ചാൽ വളരെ ടേസ്റ്റിയായ അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഇനി നമ്മൾ ഇന്ന് ഫുഡൊക്കെ ഇന്നത്തെ നെയ്പ്പത്തിലും ബീഫ് കറി ആയിരുന്നു. അപ്പോൾ അതിനുള്ള നെയ്പ്പത്തിൽ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്.
ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാര്യമൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് സാധാരണ അരിയൊക്കെ അരച്ചെടുത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനുള്ള നെയ്പ്പപ്പലും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ജ്യൂസ് നമ്മൾ ക്യാരറ്റും ആപ്പിളും വെച്ചിട്ടാണ് ഇന്നത്തെ ജ്യൂസ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ച ക്യാരറ്റായിരുന്നു, അതിലേക്ക് ഒരു ആപ്പിളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2-3 ഏത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നല്ല കട്ട പാൽ കൂടി വയ്ക്കുന്നുണ്ട്. അതിനെ കൊടുത്ത് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്മൂത്തായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജ്യൂസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ലൈമുണ്ട്, പിന്നെ ഓട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇത് ഇവിടെ ഉണ്ടായ പപ്പായാണിത്, കർമൂസ് നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളിന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞില്ലേ കിട്ടിയ ചോറും കറിയൊക്കെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 2 ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ നോമ്പ് തുറ വിശേഷം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങൾ എല്ലാ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ പറ്റി വരാം. അതുവരേക്കും ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.